എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മളുടെ കുട്ടികൾ മറ്റുള്ളവരോട്, അതായത് സഹോദരങ്ങളോടാകാം അല്ലെങ്കിൽ കൂട്ടുകാരോടാകാം, മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ അവരോട് പറയത്തില്ലേ, നീ നിൻ്റെ സഹോദരിയോട് നല്ല രീതിയിൽ പെരുമാറുക. അതായത് നിൻ്റെ സഹോദരിയോട് നല്ലവളായിരിക്കുക അല്ലെങ്കിൽ നല്ലവനായിരിക്കുക എന്ന് പറയണമെങ്കിൽ അതിന് പറയാവുന്നൊരു ഫ്രേസാണ് ബി നൈസ് ടു യുവർ സിസ്റ്റർ. ബി നൈസ് ടു യുവർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരിയോട് നീ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ള മീനിങ് ആണ്. ബി നൈസ് ടു യുവർ സിസ്റ്റർ. അതേപോലെ തന്നെ ഇപ്പം നിൻ്റെ കൂട്ടുകാരനോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന് പറയാനാണെങ്കിൽ ബി നൈസ് ടു യുവർ ഫ്രണ്ട്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്. സോ ബി നൈസ് ടു എന്നുള്ള ഒരു ഫ്രേസ് ഓർത്ത് വയ്ക്കുക. പിന്നെ ആരോടാണോ അത് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളോട് പറയത്തില്ല, അങ്ങനെ ചെയ്യരുത്, നല്ലതല്ല. അതെങ്ങനെ പറയും? ഡോണ്ട് ഡൂ ദാറ്റ്, ഇറ്റ്സ് നോട്ട് നൈസ്. ഡോണ്ട് ഡൂ ദാറ്റ്, ഇറ്റ്സ് നോട്ട് നൈസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്, നല്ലതല്ല എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് ഡൂ ദാറ്റ്, ഇറ്റ്സ് നോട്ട് നൈസ്. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും പരുക്ക് പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ, എവിടെയാണ് പരുക്ക് പറ്റിയത്? അതെങ്ങനെ ചോദിക്കും? വേർ ഡിഡ് യു ഗെറ്റ് ഹേർട്ട്? വേർ ഡിഡ് യു ഗെറ്റ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിനക്ക് പരുക്ക് പറ്റിയത് എന്നാണ് മീനിങ്. വേർ ഡിഡ് യു ഗെറ്റ് ഹേർട്ട്. ഇനി വേദന എടുക്കുന്നു എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ, എവിടെയാണ് വേദന എടുക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വേർ ഇസ് ഇറ്റ് ഹേർട്ടിങ്? വേർ ഇസ് ഇറ്റ് ഹേർട്ടിങ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വേദന എടുക്കുന്നത് എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, എന്തെങ്കിലും പറ്റിയോ? അതെങ്ങനെ ചോദിക്കും? ഡിഡ് സംതിങ് ഹാപ്പൻ? ഡിഡ് സംതിങ് ഹാപ്പൻ? ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നാണ്. സോ എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാനാണ് ഡിഡ് സംതിങ് ഹാപ്പൻ. ഇനി കുട്ടിക്ക് എന്തെങ്കിലും വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ, നിനക്ക് പനിയുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ ഫീവർ? ഡു യു ഹാവ് എ ഫീവർ എന്ന് പറഞ്ഞാൽ നിനക്ക് പനിയുണ്ടോ എന്നാണ് മീനിങ്. ഡു യു ഹാവ് എ ഫീവർ? ഫീവർ എന്ന് പറഞ്ഞാൽ പനി എന്നാണ്. ഇതേപോലെ തന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, നിനക്ക് സുഖം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ആർ യു ഫീലിംഗ് ഓൾ റൈറ്റ്? ആർ യു ഫീലിംഗ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖം തോന്നുന്നുണ്ടോ, അതായത് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള മീനിങ് ആണ്. ആർ യു ഫീലിംഗ് ഓൾ റൈറ്റ്? പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, കണ്ണടച്ചിട്ട് 10 വരെ എണ്ണുക. അതെങ്ങനെ പറയും? ക്ലോസ് യുവർ ഐസ് ആൻഡ് കൗണ്ട് ടിൽ 10. ക്ലോസ് യുവർ ഐസ് ആൻഡ് കൗണ്ട് ടിൽ 10 എന്ന് പറഞ്ഞാൽ ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക എന്നാണ്. കൗണ്ട് ടിൽ 10 എന്ന് പറഞ്ഞാൽ 10 വരെ എണ്ണുക എന്നാണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണുക എന്നുള്ള മീനിങ് ആണ്. സോ ക്ലോസ് യുവർ ഐസ് ആൻഡ് കൗണ്ട് ടിൽ 10. കണ്ണടച്ചിട്ട് 10 വരെ എണ്ണുക എന്നാണ് മീനിങ്. അതേപോലെ തന്നെ നിനക്ക് എന്താണ് കളിക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു വോണ്ട് ടു പ്ലേ? വാട്ട് ഡു യു വോണ്ട് ടു പ്ലേ? അതായത് നിനക്ക് എന്താണ് കളിക്കേണ്ടത് എന്നുള്ള മീനിങ് ആണ്. ഇനി കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുമ്പം അവർ ജയിച്ചെന്ന് വെച്ചോ, അപ്പം നമുക്ക് പറയാം യു ബീറ്റ് മീ അഗെയിൻ. അതായത് നീ എന്നെ വീണ്ടും തോൽപ്പിച്ചു എന്നുള്ള മീനിങ് ആണ്. യു ബീറ്റ് മീ അഗെയിൻ. ബീറ്റ് മീ എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ യു ബീറ്റ് മീ അഗെയിൻ എന്ന് പറഞ്ഞാൽ നീ എന്നെ വീണ്ടും തോൽപ്പിച്ചു എന്നാണ് മീനിങ്. ബീറ്റിന് അടിക്കുക എന്നുള്ള മീനിങ്ങും ഉണ്ട്. പക്ഷേ യു ബീറ്റ് മീ അഗെയിൻ എന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നീ എന്നെ തോൽപ്പിച്ചു എന്നാണ് മീനിങ്. ഇനിയും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നിനക്ക് ചെയ്യാൻ കഴിയും, നീ ട്രൈ ചെയ്യുമെന്ന് പറയത്തില്ലേ. അപ്പോൾ അതിന് നമുക്ക് പറയാം കമോൺ യു ക്യാൻ ഡു ഇറ്റ്. കമോൺ യു ക്യാൻ ഡു ഇറ്റ്. യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ കഴിയും എന്നാണ്. കമോൺ എന്നുള്ള ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടപ്പോൾ, അതായത് എന്തെങ്കിലും ചെയ്ത് എൻകറേജ് ചെയ്യേണ്ടപ്പോൾ നമ്മൾ പറയുന്നതാണ് കമോൺ. സോ കമോൺ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ റെഡിയാകാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾ അത് ചെയ്യാതെ നിൽക്കുവാണെങ്കിൽ നമുക്ക് പറയാം വേഗം നാട്ടെ എന്ന് നമ്മൾ പറയത്തില്ലേ, ഹറി അപ്പ്. ഹറി അപ്പ് എന്ന് പറഞ്ഞാൽ വേഗം നാക്കൂ എന്നുള്ള മീനിങ് ആണ്, ഹറി അപ്പ്. ഇനി അടുത്തത് നമ്മളിങ്ങനെ പറയത്തില്ലേ, വേഗം തയ്യാറാകൂ അല്ലെങ്കിൽ വേഗം റെഡിയാകൂ. അതെങ്ങനെയാണ് പറയുന്നത്? ക്വിക്ക്ലി ഗെറ്റ് റെഡി. ക്വിക്ക്ലി ഗെറ്റ് റെഡി. ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ വേഗം എന്നുള്ള മീനിങ് ആണ്. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാകൂ. ഇനി കുട്ടികൾ വല്ലാതെ സ്പീഡിൽ ഓടുകയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, പതുക്കെ നടക്ക്. അതായത് അവർ തന്നെ ശ്രദ്ധിച്ച് വീഴാതെ നടക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ല, പതുക്കെ നടക്ക്. അതെങ്ങനെ പറയും? വോക്ക് സ്ലോലി. വോക്ക് സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ നടക്കൂ എന്നാണ് മീനിങ്.
അതേപോലെ തന്നെ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയത്തില്ല അതിൽ തൊടരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് ടച്ച് ദാറ്റ്. ഡോണ്ട് ടച്ച് ദാറ്റ്. ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക. സോ അതിൽ തൊടരുത് എന്ന് പറയാനാണ് ഡോണ്ട് ടച്ച് ദാറ്റ്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം നമ്മൾ പറയത്തില്ല അത്താഴം തയ്യാറാണ്. അതെങ്ങനെ പറയും? ഡിന്നർ ഈസ് റെഡി. ഡിന്നർ ഈസ് റെഡി എന്ന് പറഞ്ഞാൽ അത്താഴം റെഡിയാണ്, വന്ന് കഴിക്കൂ എന്നുള്ള മീനിങ് ആണ്. ഡിന്നർ ഈസ് റെഡി. റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാണ് എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ പാത്രം കാലിയാക്കുക, അതായത് ഫുള്ള് കഴിക്കുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? എംപ്റ്റി യുവർ പ്ലേറ്റ്. എംപ്റ്റി യുവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് മുഴുവൻ കഴിക്കുക എന്നുള്ളതാണ് മീനിങ്. എംപ്റ്റി യുവർ പ്ലേറ്റ്, അതായത് പാത്രം കാലിയാക്കുക. ഇനി നമ്മൾ കുടിക്കാൻ വെള്ളമോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ സൂക്ഷിക്കണേ, ഗ്ലാസ് പൊട്ടിക്കരുത്. അതെങ്ങനെ പറയും? ബി കെയർഫുൾ, ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്. ബി കെയർഫുൾ, ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക. സോ ഗ്ലാസ് പൊട്ടിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്. ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി ഗ്ലാസും കപ്പും ഒക്കെ ശരിയായിട്ടല്ല പിടിക്കുന്നതെങ്കിൽ നമ്മൾ പറയത്തില്ല നീ അത് ഇങ്ങനെ പിടിക്കരുത്. അതെങ്ങനെ പറയും? യു ഷുഡ് നോട്ട് ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. യു ഷുഡ് നോട്ട് ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ യു ഷുഡ് നോട്ട് ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ നീ അത് ഇങ്ങനെ പിടിക്കരുത് എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പം പിള്ളേർ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഭക്ഷണം വെച്ച് കളിക്കരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് പ്ലേ വിത്ത് യുവർ ഫുഡ്. ഡോണ്ട് പ്ലേ വിത്ത് യുവർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ച് കളിക്കരുത് എന്നുള്ള മീനിങ് ആണ്. പിന്നെ അവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ മടിയാണെങ്കിൽ ഇപ്പം നമ്മൾ കൊടുത്തിട്ടും കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ കുറച്ചും കൂടി കഴിക്കുക. അതിന് പറയാവുന്നതാണ് ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ്. ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ്, അതായത് കുറച്ചും കൂടി കഴിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ്. പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ല നീ ഇന്ന് എന്താ പഠിച്ചത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. സോ നീ ഇന്ന് എന്താണ് പഠിച്ചത് എന്ന് ചോദിക്കാനാണ് വാട്ട് ഡിഡ് യു ലേൺ ടുഡേ. പിന്നെ കുട്ടികൾക്കൊക്കെ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ നിനക്ക് ഹോംവർക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കണമെന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്? വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹോംവർക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കണമെന്ന് നിനക്കുണ്ടോ എന്നുള്ള മീനിങ് ആണ്. വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ് യു എന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കണമെന്ന് നിനക്കുണ്ടോ എന്നാണ്. വിത്ത് യുവർ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹോംവർക്ക് ചെയ്യാൻ എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ നിൻ്റെ ഹോംവർക്ക് ചെയ്യാൻ നിന്നെ സഹായിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. പിന്നെ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ നമുക്ക് വൃത്തിയാക്കാം, കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് വെക്കാൻ പറയത്തില്ലേ? അപ്പോൾ നമുക്ക് വൃത്തിയാക്കാം എന്ന് പറയാൻ ലെറ്റ്സ് ക്ലീൻ അപ്പ് എന്ന് പറയാം. ലെറ്റ്സ് ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാം എന്നാണ് മീനിങ്. ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നാണ് മീനിങ്. ഇനി കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി അതിന് സ്ഥാനത്ത് വെക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പുട്ട് എവേ ദ ടോയ്സ് എന്ന് പറയാം. പുട്ട് എവേ ദ ടോയ്സ്. ടോയ്സ് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ. സോ കളിപ്പാട്ടങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് വെക്കുക എന്ന് പറയാനാണ് പുട്ട് എവേ ദ ടോയ്സ്. ഇനി കുട്ടികൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ചു, അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ നമ്മൾ പറയത്തില്ല നല്ല കാര്യം, അതായത് നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഗുഡ് ജോബ്. ഗുഡ് ജോബ്. അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യുവാണ്, അവരത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം യു ആർ ഡൂയിങ് ദിസ് വെൽ. യു ആർ ഡൂയിങ് ദിസ് വെൽ, അതായത് നീ ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ്. യു ആർ ഡൂയിങ് ദിസ് വെൽ. പിന്നെ നമ്മൾ കുട്ടികളോട് ചോദിക്കത്തില്ലേ നിനക്ക് പാട്ട് പാടാൻ കഴിയുമോ, അല്ലെങ്കിൽ നിനക്ക് നൃത്തം ചെയ്യാൻ കഴിയുമോ, അങ്ങനെ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? നിനക്കൊരു പാട്ട് പാടാൻ കഴിയുമോ? ക്യാൻ യു സിങ് എ സോങ്? ക്യാൻ യു സിങ് എ സോങ്? സിങ് എ സോങ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടുക എന്നാണ്. സോ ക്യാൻ യു സിങ് എ സോങ് എന്ന് ചോദിച്ചാൽ നിനക്കൊരു പാട്ട് പാടാൻ കഴിയുമോ എന്നാണ് മീനിങ്. അതേപോലെ തന്നെ നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ക്യാൻ യു ഡാൻസ് എന്ന് ചോദിക്കാം. ക്യാൻ യു ഡാൻസ്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാം എന്ന് പറയണമെങ്കിലോ ലെറ്റ്സ് സിങ് എ സോങ് ടുഗെദർ. ലെറ്റ്സ് സിങ് എ സോങ് ടുഗെദർ. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ്. സോ നമുക്ക് ഒരുമിച്ച്, അതായത് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാം എന്ന് പറയാനാണ് ലെറ്റ്സ് സിങ് എ സോങ് ടുഗെദർ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പം നമ്മൾ ചോദിക്കത്തില്ല അതെന്താണ്? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട്സ് ദാറ്റ്? വാട്ട്സ്
ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. സോ അതെന്താണ് എന്ന് ചോദിക്കാനാണ് വാട്ട്സ് ദാറ്റ്. അതേപോലെ തന്നെ ഇതെന്താണ് എന്ന് ചോദിക്കണമെങ്കിലോ വാട്ട്സ് ദിസ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. സോ ഇതെന്താണ് എന്ന് ചോദിക്കാൻ വാട്ട്സ് ദിസ്. പിന്നെ ഇത് നിനക്കാണ് എന്ന് പറയണമെങ്കിലോ ദിസ് ഈസ് ഫോർ യു. എന്ന് പറഞ്ഞാൽ ഇത് നിനക്കാണ് എന്നാണ് മീനിങ്. ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക്. സോ ഇത് നിനക്കാണ് എന്ന് പറയാൻ ദിസ് ഈസ് ഫോർ യു. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.